അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഡബിൾ വുഡ് ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അത് ടീക്ക് വുഡ് ഫ്രെയിമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9/12 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്രെയിമിൻ്റെ 6/4 കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ യൂസ് ചെയ്യാനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നേ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നും അതിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ ബൊക്കെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രീൻ കളറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ താലിച്ചരടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇൻഫിനിറ്റി ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലെ റോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇത്രയ്ക്കും ഐറ്റംസാണ് കേട്ടോ നമുക്ക് ആ ഫ്രെയിമിൽ വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യണത് രാത്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പണിയെടുത്തിട്ടാണ് ചെയ്ത് വെച്ചത് കേട്ടോ. പിന്നെ നേരം വെളുത്തപ്പോൾ ഇതേപോലെ ആയിരുന്നു. അപ്പോൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴാണ് ഞാൻ നെയിമും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരുന്നത് കേട്ടോ. പിന്നെ അത് വെച്ച് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഇനി ഫോട്ടോയും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫോട്ടോ ആഡ് ചെയ്ത് വെച്ച് ഞാൻ പുറത്തായിരുന്നിട്ട് വെച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ അതുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നും മടിച്ചില്ല. ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടെ റെസിനിൽ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്?